എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്നിട്ടേ കാലത്തേക്ക് എന്ത് പലഹാരം ഉണ്ടാക്കും എന്നുള്ള ആലോചനയിലാണ് ട്ടാ. ഞാൻ എന്നും ഇവിടെ പുട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇവിടെ എല്ലാവർക്കും പുട്ട് കഴിച്ച് ഇവിടെ എല്ലാവരും പുട്ടുറുമീസുകളായി. ലാസ്റ്റ് ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇനി പുട്ടുണ്ടാക്കിയാൽ പുട്ടുകൂടം കൊണ്ട് നിന്റെ തലക്കെട്ടടിക്കുന്നു. എന്നാ പിന്നെ അതങ്ങ് മാറ്റി പിടിച്ചിട്ടേ കലക്കി ചുട്ട ദോശ ഉണ്ടാക്കാന്ന് കരുതി. ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. അങ്ങനത്തെ ഒരടുപ്പിൽ കഞ്ഞിക്കൂട്ട്, അപ്പുറത്തടുപ്പിൽ കടലയും വേവിക്കാനായിട്ട് വെച്ച് കടല വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിറക്കി അപ്പുറത്തേക്ക് വെച്ച ശേഷം ദോശ ചുടാൻ വേണ്ടി തുടങ്ങിയിട്ടാ. ഇതുപോലെ വെറുതെ ഉപ്പും വെള്ളവും കലക്കി ചുടുന്ന ദോശ ചേട്ടന് പണ്ടാരെ കല്യാണ്ട. പക്ഷെ ഞാൻ കഴിപ്പിക്കും, അത് വേറെ കാര്യം. കഴിച്ചില്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ചേട്ടനറിയാം. അപ്പോഴേ നമ്മുടെ ദോശയെല്ലാം ചുട്ടോണ്ടിരിക്കുന്നത് തന്നെ കഞ്ഞി തിളച്ചിട്ടുണ്ടായിരുന്നട്ടാ. അത് ഞാൻ ഇറക്കി ഇനി തെർമൽ കുക്കറിലോട്ട് വെക്കാൻ വേണ്ടി പോണേണേ. ഇനി നമുക്ക് നമ്മുടെ കടലക്കറി വെക്കട്ടെ. അപ്പോൾ ഞാൻ തേങ്ങയും അരച്ച് ചേർക്കാനുള്ള, കടലയും അരച്ച് ചേർക്കാനുള്ള, വെറുതെ കടല പോലത്തെ ഒരു കടലക്കറിയാണ്ടാ വെക്കണത്. ഇന്ന് എന്താണെന്ന് അറിയാൻ പാടില്ല, വല്ലാത്തൊരു മടിയായിരുന്നു. മടിയൻ മല ചുമക്കൊന്നും കേട്ടിട്ടില്ലേ, അതേപോലത്തെ പണികളാട്ടോ ഞാനിന്ന് ചെയ്തുകൊണ്ടിരുന്നേച്ചത്. അങ്ങനെ ദോശയും കടലക്കറി റെഡി ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഞാനൊരു ഗ്ലാസ് പാൽ ചായയും കൂട്ടി ചായ കൂടി അങ്ങോട്ട് കഴിച്ചട്ടാ. അങ്ങനെ ചായ കൂടിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ റെഡിയായി കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കുളിച്ചിട്ടില്ല. ഈ കണ്ണടയ്ക്ക് വെച്ച് ഇറങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കണ്ണാൻ പാടില്ല. നല്ല വെയിൽ കൊണ്ടിട്ടാണ് ആ പാത്രമുള്ള കേട്ടാ.